السميع العليم من الشيطان الرجيم. لله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون. ബഹുമാനരായ അധ്യക്ഷരെ, വേദിയിലുള്ള സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രബോധന രംഗത്ത് പരിവർത്തനമുണ്ടാക്കുവാനും ജനങ്ങളിലേക്ക് സത്യസന്ദേശം എത്തിക്കുവാനും വേണ്ടിയുള്ള ഇത്തരം ക്യാമ്പുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പുണ്യകർമ്മയിൽപ്പെട്ടതാണ്. അത് നമ്മളിൽ നിന്നും ഒരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പിന്റെ 2ാം ദിവസമായി ഇന്നത്തെ പഠന സെഷന്റെ ആരംഭം അള്ളാഹു നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഒരേ ആരംഭം ഉദ്ഘാടനം എന്ന നിലക്ക് ഒരു നീണ്ട പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നത്തെ ഈ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച ആ ചെറിയ ആയത്ത്, സൂറത്ത് ഹൂദിലെ അവസാനത്തെ ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഫലമാണോ പ്രധാനമാണോ? കാരണം നാം പ്രബോധന രംഗത്ത് നമ്മൾ ആദ്യമായി പ്രബോധനം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ തൗഹീദിന്റെ പ്രബോധനമാണ് നമുക്ക് ആദ്യം അവസാനം വരെ നിർവഹിക്കാനുള്ളത്. പ്രബോധനം തുടങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കൊണ്ടാണ് നമ്മൾ എവിടെയും പ്രബോധനങ്ങൾ ആരംഭിക്കുന്നത്. അതേപ്രകാരം തന്നെ നാം എവിടെയും ജീവിതം അവസാനിക്കുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം. അത് ഈ ദുനിയാവിൽ ഉറച്ചു നിന്നാൽ പരലോകത്ത് നാം പതറുകയില്ല, നമ്മൾ പതറിച്ചുണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വചനം കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. അത് ഉറച്ച വചനം, മാറ്റമില്ലാത്ത വചനം, ഖൗലു സാബിത്ത്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു ഉറച്ച വചനമാണ്, കാലത്തിനനുസരിച്ച് മാറാത്ത വചനമാണ്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇനി അവസാനത്തെ മനുഷ്യൻ വരെയും ആ വചനത്തിന് മാറ്റമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഷഹാദത്തിന്റെ 2ാമത്തത് നാം ഇപ്പോൾ പറയുന്ന മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നാണ്. അത് അവസാനത്തതാണ്. ആദ്യം പറഞ്ഞത് നൂഹ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു, ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു, മൂസ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ മാറി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇപ്പോൾ നാം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ഇനി അതിന് മാറ്റമില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മാറാത്തതാണ്. അതാണ് ഉറച്ച വചനം. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, ഉറച്ച വചനത്തിൽ കൊണ്ട് അള്ളാഹു വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോക ജീവിതത്തിൽ. അവ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറച്ച വചനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതർച്ചയില്ല. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പുറകെ പോവുകയില്ല. അത് മനസ്സിൽ ഉറക്കാതിരുന്നാൽ അതാ വരുന്നു ഒരു തരീഖത്തുകാരൻ, അവന്റെ കൂടെ കുറെ ആളുകൾ. അതാ വരുന്നു വേറെ മന്ത്രവാദി, അവന്റെ കൂടെ ആളുകൾ. അതാ വരുന്നു വേറെ ഷെയ്ഖ്, അതിന്റെ കൂടെ ആളുകൾ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെന്ന് വന്നാലും ശരീരം മാറ്റം വരികയില്ല. അവിടെ ഉറച്ചു നിൽക്കും. അവസാനം വരുന്നവൻ, അതിന് പ്രകടിപ്പിക്കാൻ വരുന്നവനാണ് വലിയ അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന ദജ്ജാൽ. അത് അവസാനം വരുന്ന നബി ഇസ്ലാമിനെ അവസാനം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നവൻ, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവൻ, അന്ധകാരത്തിലേക്ക് നയിക്കുന്നവൻ. ഇതൊക്കെ ദജ്ജാൽ എന്നർത്ഥം. ആ ദജ്ജാൽ വരുമ്പോൾ പല അത്ഭുതങ്ങളും കാണിക്കും. ചിലപ്പോൾ മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പലതും കാണിക്കും. ഇതൊക്കെ എന്തിനാണ്? ഞാൻ ദൈവമാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിപ്പിക്കണം. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിന്നവൻ പറയും, അല്ല, നീ ദജ്ജാലാണ്, ഇതൊക്കെ മായാജാലമാണ്, ഒന്നും യാഥാർത്ഥ്യമല്ല, നിനക്ക് ജീവിപ്പിക്കാൻ കഴിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. നേരെ മറിച്ച് അള്ളാഹുവിന് അതിൽ വിശ്വാസം ഉറക്കാത്തവൻ, ഇതാ അയാൾക്ക് അത് സാധിച്ചല്ലോ, അയാൾ എന്തൊരു സിദ്ധനാണ്, അല്ലെങ്കിൽ അയാൾക്ക് കഴിയിട്ടിയവനാണ് എന്നതിന്റെ പിന്നാലെ പോകും. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു നിന്നാൽ
എന്ത് കാര്യം വെച്ചാൽ എന്തോ അതിന്റെ പിന്നിൽ തട്ടിപ്പുണ്ട്. കാരണം അത് അള്ളാഹുവിനല്ലാതെ കഴിയാത്തൊരു കാര്യം കാണിച്ചാൽ അതിന്റെ പിന്നിൽ തട്ടിപ്പുണ്ട്. അത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ ആ നിലക്ക് ഏത് ശൈഖ് വന്നാലും എന്ത് വന്നാലും ശരി അതിൻ്റെ ഒന്നും പിറകെ പോവില്ല. ഈ തൗഹീദിന്റെ ആളുകൾ ഇന്ന് നമ്മുടെ മുജാഹിദീങ്ങൾ അത് ഇവിടെ എന്തെല്ലാം ഈ നാട്ടിൽ വന്നു നോക്കിയായിരുന്നു. നമ്മൾ ഒരു കാലത്ത് ഇവിടെ ഒരു തെരീക്കത്ത് വന്നപ്പോൾ, എൻ്റെ കുട്ടിക്കാലാണ്, ഞാനിങ്ങനെ പഠിച്ച് പ്രസംഗിച്ച് വരുന്ന കാലഘട്ടമാണ്. ഒരു തെരീക്കത്തുകാരി വന്നു. ആ തെരീക്കത്തുകാരൻ വന്ന് ഹൈദരാബാദിൽ നിന്ന് അവിടെ കൊടുന്ന് അയാൾ ഇവിടെ എല്ലാവർക്കും വിതരണം തെരീക്കത്ത്. ഈ തെരീക്കത്തില്ലെങ്കിൽ പടച്ചോനടുത്തേക്ക് എത്താൻ കഴിയില്ല, മോക്ഷം കിട്ടില്ല. അയാളുടെ പേരിൽ ഇവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതാണ് ജാമിയ നൂരിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. കാരണം നൂർഷിയാണ് ആ തെരീക്കത്തിന്റെ ആള്. അതിന്റെ മുമ്പ് ഒരുപാട് തെരീക്കത്തുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ജീവിക്കുന്ന തെരീക്കത്തിന് ശേഖുമായി കണ്ടത് ആദ്യം നൂർഷ വരുന്നതാണ് കണ്ടത്. അയാളാണ് ഞാൻ ശേഖ എന്ന് പറഞ്ഞു വരുന്നത്. അയാളെ കൈ തുടർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി. കൈ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഒരുപാട് പള്ളികളിലൊക്കെ ചെന്നിട്ട് അയാൾക്ക് കൈ ഇങ്ങനെ തുടരുമ്പോൾ അത് ഓരോന്നും ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ പോയി തെരീക്കത്ത് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ തെരീക്കത്ത് ഇങ്ങനെ പാസ് ചെയ്തതാണ്. കാരണം അള്ളാഹുലേക്കുള്ള വഴി ആൾ കൂടെ ഇങ്ങനെ പോവുകയാണ്. വലിയൊരു ശേഖായിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. പള്ളിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് മുണ്ട് കൊടുത്ത് തോർത്തുമുണ്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ തെരീക്കത്ത് പാസ് ചെയ്തിട്ട് മുകളിൽ അങ്ങനെ തെരീക്കത്ത് പോകുന്നത്. സ്ത്രീകൾക്കും തെരീക്കത്ത്. അയാൾ കുറച്ച് 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ തെരീക്കത്തുമായി കൊണ്ടുനടന്നവർ 25 കൊല്ലം പറഞ്ഞു അയാൾ ചെയ്താറാണ്. നോക്കി നിങ്ങൾ, 25 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യക്ക് ജീവിതകാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ. ഇയാൾ തെരീക്കത്തുമായി വന്നപ്പോൾ മലപ്പുറത്ത് വന്നിട്ട് വലിയൊരു പ്രസംഗം നടത്തി, വലിയൊരു സമ്മേളനത്തിൽ. അതിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ സമാദരണനായ അധ്യക്ഷന്മാർ പങ്കെടുത്ത് അയാളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച് അയാളേക്കത് കൊണ്ടുനടക്കുന്നത്. അങ്ങനെ മുറബിയായ ശേഖ എന്ന് പറഞ്ഞ് ഈ മുറബിയായ ശേഖാനെ അംഗീകരിക്കാത്തവരാണ് ഇവിടെ കുറെ വഹാബിക്ക് ചെക്കന്മാരുണ്ട്. അവരുടെ ശേഖ് ശൈത്താനാകുന്നു. മലപ്പുറത്ത് പ്രസംഗിച്ചു. സമസ്തന്റെ പ്രസിഡന്റ് പ്രസംഗിച്ചു, സമസ്ത കേരള ജമിയത്തുലമന്റെ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അതേ മലപ്പുറത്ത് അന്ന് ഞാൻ അതിനെതിരായി ഈ തെരീക്കത്തിനെതിരായി പ്രസംഗിക്കാൻ തന്നെ ചെറിയ പയ്യനാണ് ഞാൻ. പ്രബോധനത്തെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് ഷെയ്ഖ് ഇയാള് കള്ളശേഖാണ്, ഇയാൾ എവിടുന്ന് ഒരു പോലീസുകാരൻ വന്നതാണ്, ഇയാളെ തട്ടിപ്പുമായി വന്നതാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പ് നിങ്ങൾ കൊടുക്കരുതേ. നമുക്ക് അള്ളാഹുവിലേക്ക് നേരെ പോകാൻ ഒരൊറ്റ തെരീക്കത്തുള്ളൂ. ആ തെരീക്കത്ത് ഉറച്ചു നിൽക്കുക. ആ തരീക്കത്ത് ഉറച്ചു വന്നാൽ സുലഭമായ സ്വർഗത്തിലെ പാനീയം ഞാൻ അവിടെ കുടിക്കാൻ കൊടുക്കും. ആ തരീക്കത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന തരീക്കത്താണ്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്, ഇതാ എന്റെ വഴി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ ആ തരീക്കത്താണ്. ഇതാണ് എന്റെ വഴി. തരീക്കത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്നതിന്റെ അർത്ഥം. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, അത് അന്ധകാരത്തിലേക്കല്ല, അന്ധവിശ്വാസത്തിലേക്കല്ല, ശരിയായ ഉൾക്കാഴ്ച ക്ഷണിക്കുന്നു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് നബി തരീക്കത്തിലേക്കല്ല ക്ഷണിച്ചത്. മുഹമ്മദ് നബി മുഹമ്മദീയറാവാനാണ് ക്ഷണിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളാവാനാണ് ക്ഷണിച്ചത്, അല്ലാതെ മുഹമ്മദീയറാവാൻ ക്ഷണിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് വരൂ എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ കേട്ടിട്ടുകൊണ്ട് അനുസരിക്കുന്നവരായി തീരുക. പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ കേട്ടിട്ട് അനുസരിക്കുന്നവന്റെ അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിം എന്ന്. ഒരാൾ മുസ്ലിം എന്ന് പേരിട്ടിട്ട് റബ്ബിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. പേര് മാത്രം മുസ്ലിമായാൽ മാത്രം മുസ്ലിമായാൽ പോരാ. മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയത് അനുസരിക്കണം. നിർബന്ധമായ അർക്കാനുൽ ഇസ്ലാം കാര്യങ്ങൾ ഉണ്ടാവണം. നിർബന്ധമായ മറ്റു കൽപ്പനകൾ അനുസരിക്കണം. അവനെ മുസ്ലിം ആവുള്ളൂ. അതാണ് അള്ളാഹുവിലേക്കുള്ളത്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് പറയുന്നത്. അനമനിത്തബാനി, ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിക്കുന്നവരിലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, നബിനെ പിൻപറ്റിയവരെല്ലാം. എന്നിട്ട് പറഞ്ഞു ഒമാന മിനൽ മുശ്രിക്കീൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് സമന്മാരില്ല, തുല്യന്മാരില്ല, സന്താനങ്ങളില്ല, സഹപ്രവർത്തകരില്ല, സഹജീവികളില്ല. അങ്ങനത്തെ എല്ലാ തുല്യനും പരിശുദ്ധൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനോട് ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല. പടച്ചവന്റെ കഴിവ് ആർക്കും ഉണ്ടാവില്ല. പടച്ചവന്റെ ഗുണങ്ങൾ ആർക്കും ലഭ്യമല്ല. പടച്ചവൻ തുല്യമായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ ഒരു കാര്യത്തിൽ ഞാൻ അവിടെ പങ്കുചേർക്കുകയില്ല എന്നർത്ഥം. ഇതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ആ മുഹമ്മദിനെ അനുഭവിച്ചുകൊണ്ട് അതിൽ പകരാതെ നിൽക്കുന്നു. ഒരു ശൈഖ് വന്നാലും അതിന് പിന്നാലെ പോകാതെ അതെന്താ അസാധാരണമായ കഴിവ് കാണിച്ചു തരികയാണെങ്കിൽ ആ അസാധാരണത്തിൽ എന്തോ കള്ളത്തരമുണ്ട്, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പരിശോധിക്കാൻ തയ്യാറാവണം. അതാണ് വേണ്ടത്. ഇത് പറയുമ്പോൾ
ഞാൻ ഒരു വലിയ സംഭവത്തെ സംബന്ധിച്ച് പറയുണ്ടായി. ഇതിന് 100% കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ അയാളുടെ സിൽസില വാങ്ങിയിട്ട് കവറിൽ വെച്ച് വരുന്നത്. അങ്ങനെ അന്ന് പ്രസംഗിച്ചപ്പോൾ ഈ വഹാബി ചക്കന്മാരുടെ ശേഖ ചെയ്താനാകുന്നു എന്ന് പറഞ്ഞു.